ഇത് അവര് നമ്മുടെ ആ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ അത് ഭയങ്കര രൂക്ഷമായിട്ടുള്ള വിവാദമായി. ഞങ്ങളെ പോലീസ് പിടിച്ചു, എന്റെ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു. നമുക്ക് വാരി കോരി ഇതിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ടെ? പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ നിങ്ങൾ ആരും ഉപദ്രവിക്കാതെ പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നു. അതിനെന്താ പ്രശ്നം? ഹായ് ഗൈസ്, രേണു സുധി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ രേണു സുധിനെ പറ്റി ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ സംസാരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അറിയത്തില്ല. രേണു സുധിക്ക് പോലീസ് പിടിച്ചുകൊണ്ട് പോയി അങ്ങനെ കുറച്ച് സീന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പുള്ളിക്കാരി ഒരു ഓൺലൈൻ മീഡിയാസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മുമ്പ് ഒരു റീലൊക്കെ ചെയ്തതിൻ്റെ പേരിലുള്ള ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെയാണ്. അതിലോട്ടൊക്കെ നമുക്ക് സംസാരിച്ചു തരാം. അതിന് മുന്നേ ആണെങ്കിൽ രേണു സുധി ഒരുപാട് ഒരുപാട് മാറ്റം പുള്ളിക്കാരിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ആദ്യം പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിൽ ഇത്രയും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കിനാണെങ്കിൽ ഇത് എനിക്ക് നെഗറ്റീവ് ഒന്നും പ്രശ്നമില്ല, ഇതൊക്കെ നമ്മൾ ഓക്കെയാണ്, യൂസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞിരുന്ന ഇതേ ആളാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് കയ്യിൽ നിന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ പോയപ്പോഴത്തേക്കിന് പുള്ളിക്കാരി പൊട്ടിത്തെറിച്ചുകൊണ്ടാണെങ്കിൽ ലൈവിലും ഒക്കെ വന്നിട്ട് കുറേ കാര്യങ്ങൾ ഭയങ്കര വേറൊരു രീതിയിലോട്ട് പുള്ളിക്കാരി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും വന്നിട്ടാണെങ്കിൽ പുള്ളിക്കാരി എങ്ങനെ നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങി. കാര്യം ഒരു നെഗറ്റീവും പോസിറ്റീവും ഒരേപോലെ വന്നപ്പോഴത്തേക്കിന് ഇത് രണ്ടും കൂടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിലേക്ക് പുള്ളിക്കാരി കുറച്ചൊക്കെ പഠിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കി. അതിൻ്റെ ആയിട്ടുള്ള കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി മൈൻഡ് മേക്കേഴ്സ് വന്നിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂവിനകത്താണെങ്കിൽ ശാരികച്ചെടുത്ത ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പുള്ളിക്കാരി അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെയാണ് ഈ പറയുന്ന റെസ്പോണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ആൻഡ് പുള്ളിക്കാരി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ വേറൊരു മീഡിയയിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. നിങ്ങളൊക്കെ തരുന്ന ഓരോ നെഗറ്റീവ്സ്, ഓരോ ബോഡി ഷേമിങ് എനിക്കുള്ള ഓരോ പൂമാലകളാണ്, ഓരോ നോട്ടുമാലകളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് പുള്ളിക്കാരി മുമ്പും പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഈ ഒരു ബോഡി ഷേമിംഗ് ഒക്കെ ഞാൻ ആ രീതിയിലാണ് എടുക്കുന്നതെന്നുള്ളവർക്ക്. അതിനുശേഷം വീണ്ടും പുള്ളിക്കാരിക്ക് ഇത് താങ്ങാൻ കഴിയാതെയാണ് ലൈവിനകത്തൊക്കെ വന്നിട്ടാണെങ്കിൽ നീ ബോഡി തള്ളച്ചി, ഞാൻ പല്ലിയാണ്, നീ പാറ്റയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പറഞ്ഞത്. ഇപ്പം പുള്ളിക്കാരി പറയാണ് ഓക്കെ, നിങ്ങൾ പറയുന്ന ഓരോ നെഗറ്റീവ് ബോഡി ഷേമിങ് എനിക്ക് പൂമാലകളാണ്. ആ രീതിയിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി പുള്ളിക്കാരി. തടി വെച്ചത് എവിടെ? താങ്ക് യു. ഇനി മാറ്റം ഉണ്ടാകും. കാരണം എന്നെ ബോഡി ഷേമിങ് ചെയ്തവരെയൊക്കെ മുന്നിൽ ഞാൻ മാറ്റം കൊണ്ടെന്ന് പറയിപ്പിക്കണം. എനിക്ക് അതാണ് കലക്ഷൻ. നല്ല തീരുമാനം തന്നെ. അത്തരം തീരുമാനങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇന്നലകളിൽ അല്ലെങ്കിൽ ഇപ്പോഴും ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരിൽ അതൊക്കെ മാറ്റി പറയിക്കണം എന്നൊക്കെ തോന്നുന്ന ആ ഒരു തോന്നൽ കാര്യങ്ങളൊക്കെ വളരെ നല്ല തന്നെയാണ്. ഇപ്പം സന്തോഷ് പണ്ഡിറ്റിന്റെ കാര്യമാണെങ്കിൽ പോലും പുള്ളി അന്ന് ആദ്യകാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് തെരുവുകളിലൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുള്ള ഇതേ വ്യക്തിയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണെങ്കിൽ നല്ലൊരു മാറ്റം ചേഞ്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനു പറയുന്നു, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഒപ്പം തന്നെയാണെങ്കിൽ വലിയ സിനിമകളിലൊക്കെ അഭിനയിക്കുന്നു. ആ ഒരു റേഞ്ചിലോട്ട് പുള്ളി എത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ നാളുകളിൽ പുള്ളിക്കാരിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല കാര്യം തന്നെ. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്കൂടെ പുള്ളിക്കാരിനെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണെങ്കിൽ പുള്ളിക്കാരുടെ മറ്റൊരു പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ആഡ് വന്നിട്ടുണ്ടായിരുന്നു. ആ ആഡ് നിങ്ങളെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഈ പറഞ്ഞ സ്കൂൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളത്. അതെന്തായാലും കാണാത്തവർക്ക് ഞാൻ ഒന്നോട്ട് ഇങ്ങോട്ടൊന്ന് വെക്കാം. വേണ്ടടാ, ഫൈസിംഗേഴ്സ് ഇത് അറിഞ്ഞാലുണ്ടല്ലോ. ഓ അയ്യോ, എനിക്ക് പേടിയാവുന്നു. വാരി ഇവിടെ. ഇടിക്കണോ ഡേയ്സേ? അടിക്കണ. നീ പൈസ നോ ഡൈംസ്, ഇനി ഒന്നും ചെയ്യരുത്. നിന്നെ ഇനി അവിടെ കാണരുത് റാം. ഓക്കെ ഓക്കെ, ഞാൻ ഇനി ഒന്നും ചെയ്യില്ല ഡൈംസ്. വാജോതി, എന്റെ യൂണിഫോം എല്ലാം കീറി. എന്റെ ഡെയിംസേ, മറ്റുള്ളവരുടെ യൂണിഫോം എല്ലാം കീറിയല്ലോ, ചൂട് പിടിച്ച. നിന്റെ മാത്രം എന്താ കീറാത്തെ? അതിന് എന്റെ യൂണിഫോം കുട്ടക്കല്ലേ, പിന്നെ എങ്ങനെ കയറാനാ? എസ്കുമാസ്, മഫത്തിലാൽ പോലുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസിന്റെ റെഡിമെയ്ഡ് യൂണിഫോം വെറും സ്റ്റിച്ചിങ് കോസ്റ്റിലാണ് അവിടെ കിട്ടുന്നത്. ഇനി ഞാനും കുട്ടിലക്ക. ഞാനല്ല, നമ്മൾ. സത്യം പറഞ്ഞത് ഫസ്റ്റ് കാണുന്ന ടൈമിൽ എനിക്ക് നല്ല ചിരി വന്നിട്ടുണ്ട്. കാര്യം അമ്മാതിരി ഐറ്റം അല്ലേ ഇവിടെ എടുത്ത് വെച്ചത്. കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് രേണു സുധിക്ക് അത്യാവശ്യം ഏജ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പം അതിന്റെ കൂട്ടത്തിൽ ഒരു സ്കൂൾ കുട്ടിയുടെ ഒരു യൂണിഫോം ഒക്കെ ഇടിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം കാണിക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അത് ചിരി തോന്നുമെന്നും നല്ല നെഗറ്റീവ് വരുമെന്നും അതിന് നല്ല റീച്ച് കിട്ടുമെന്നും ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു ആഡ്
പരിപാടി ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ച ഒരാൾ രേണുസുധിനെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അയാൾ എന്തായാലും ഉദ്ദേശിച്ച സാധനമാണെങ്കിൽ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. കാര്യം അത്രയും നല്ല റീച്ച് കാര്യങ്ങളൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട്. രേണുസുധി അതിൽ ഓക്കെ ആയിരുന്നു. കാര്യം പുള്ളിക്കാരിക്ക് ഓൾറെഡി അറിയാം ഇങ്ങനെ ഒരു സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും നല്ല നെഗറ്റീവ് വരും, അത് ആ രീതിയിൽ നല്ല റീച്ച് കിട്ടുന്നുള്ളതും പുള്ളിക്കാരിക്ക് അറിയാം. പക്ഷേ ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രേണുസുധി മാത്രമല്ല കല്യാണം കഴിച്ചിട്ടുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്കൂൾ കുട്ടിയുടെ വേഷം ചെയ്യുന്നത്. അവിടെ നിൽക്കുന്നതിൽ പലരും കല്യാണമൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. അത് പുള്ളിക്കാരി തന്നെ മറ്റൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതുകൂടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. കല്യാണം കഴിച്ച പക്ഷെ ഒരു കുഞ്ഞുള്ളത് ചേച്ചി മാത്രമല്ല, അല്ല അവർക്കും കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ എല്ലാരും പൊളിയാണല്ലോ. കിട്ടാൻ പോകുന്ന കമന്റ് എങ്ങനെയായിരിക്കും ഇതിന്? തള്ളച്ചിയെ ഉടുപ്പിടിപ്പിച്ചോണ്ട് വന്നേക്കുന്നു യൂണിഫോം. ഈ തള്ളക്ക് നാണമില്ലേ? പന്നത്തള്ള കൊച്ചുപിള്ളാരെ പിടിക്കാൻ നടക്കുവാണോ ഇവള്? ഇതൊക്കെ വരും, കരുതി ഇരുന്നോണ്ട് ഇതൊക്കെ വരെ രേണുസുധി. ഞാൻ എന്നോട് പറയുകയാണ്, രേണു നാളെ വരുന്ന കമന്റ്സ് ആണ് പിള്ളേരെ പോലും നീ വെറുതെ വിടുന്നില്ലോ. തള്ളച്ചി യൂണിഫോം ഇട്ടോണ്ട് ഇറങ്ങിക്കോ അമ്മച്ചി. അതെ അമ്മച്ചി അമ്മച്ചി. പുള്ളിക്കാരി അല്ലാതെ എൻജോയ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു മൂഡ് ഓഫ് അല്ലെങ്കിൽ ഇത്തരം രീതിയിൽ കാര്യങ്ങളൊക്കെ എടുക്കുന്ന വളരെ നല്ല കാര്യം തന്നെയാണ്. കാര്യം ആ ഒരു നെഗറ്റീവൊക്കെ പുള്ളിക്കാരി ആ ലൈവിലൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് അതിനെയാണെങ്കിൽ എല്ലാവരും ഇപ്പോൾ പുള്ളിക്കാരിയുടെ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാവരും ആ രീതിയിൽ എടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ രീതിയിലുള്ള ഒരു അപ്രോച്ച്, കാര്യം ഇതിനകത്തൊക്കെ കുറേ ആൾക്കാർ വരും, തള്ളച്ചി അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാർ വരും. എന്ത് ചെയ്യാനാണ് പിള്ളേരെ എന്നുള്ള ആ ഒരു മൂഡ് ഓഫ് സാധനങ്ങളൊക്കെ ആണെങ്കിൽ കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ അയ്യോ പാവ എന്തിനാണ് ഇവരിപ്പോൾ ഞാനിപ്പോൾ നെഗറ്റീവ് പറഞ്ഞത് എന്ന ആൾക്കാർക്ക് മാറി ചിന്തിക്കാനെ കൊണ്ട് തോന്നണമെങ്കിൽ ഈ രീതിയിലുള്ള പ്രതികരണ കാര്യങ്ങളൊക്കെ വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് പുള്ളിക്കാരി മാത്രമല്ല കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ, അപ്പം ബാക്കി അവിടെ നിന്നതിൽ പലരും കല്യാണം കഴിച്ചിട്ടുള്ളതാണ് പുള്ളിക്കാരി തന്നെ ഇവിടെ പറയുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ഇൻസ്റ്റഗ്രാമിലൂടെ നല്ല രീതിയിൽ റോസ്റ്റിംഗ് എന്നല്ല അത് പറയേണ്ടത്, അതിന് പറയേണ്ടുന്ന അവന്മാരുടെ പച്ച അപരാധം തന്നെ വേണം പറയാനൊക്കെ ഉണ്ട്. അതിന് കാരണമുണ്ട്. ഈ മല്ലൂർ റാപ്പർ എന്ന് പറയുന്ന മുമ്പൊരിക്കൽ ഞാൻ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവന്മാരുടെ ഒരു ക്ലിപ്പ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് പുള്ളിക്കാരി പറയുന്ന കുറച്ച് കാര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം. മല്ലു ഉത്തരം പറഞ്ഞു പറഞ്ഞു ഫസ്റ്റത്തെ വീഡിയോ ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫസ്റ്റത്തെ വീഡിയോ എനിക്ക് നല്ല നൈസ് ആയിരുന്നു, ബോർ ആയിരുന്നില്ല. ഏതാടാ ഫസ്റ്റ് ഒരു ആദ്യ വീഡിയോ ഇറക്കിയായിരുന്നു, മറ്റേ കല്യാണം കഴിഞ്ഞുള്ള സീൻസിന്റെ അങ്ങനെ. പിന്നെ ചെലങ്ക കെട്ടി തരുന്ന സാധനമുണ്ട്, ആ സാധനം അതൊക്കെ നല്ല ബോറിലാണ് നന്നായി. അത് ഞാൻ കമന്റ് ചെയ്തു നന്നായി. അവന്മാര് ഞെക്കി പിഴിഞ്ഞെടുക്കുമല്ലേ. ദാസേട്ടന്റെ എന്റെ ചാന്തുകൂടത്തിന് സൂര്യമരത്തിനും ഉണ്ടായിരുന്നു, അത് ഭയങ്കര ബോറ. അവന്മാർ എന്തിനാ അങ്ങനെ കാണിക്കുന്നത്? ഭയങ്കരമായിട്ട് ഞെക്കി പിഴിഞ്ഞ് നീരൊക്കെ എടുക്കുന്ന പോലെയാണ് അവന്മാര് കാണിക്കുന്നത്. അങ്ങനെ അതിനകത്ത് കാണിച്ചായിട്ട് എനിക്ക് തോന്നില്ല കേട്ടോ. ആവോ ആണ്, അത് തന്നെയാണ് ഈ ഒരു ഇത് അനുസരിച്ച് എനിക്ക് തോന്നുന്നത്. ഇനി നാളെ അത് മാറിക്കൂടുന്നില്ല, മാറിയാലും മാറിയില്ലാലും രേണുസുധി ഇങ്ങനെ തന്നെ നിൽക്കും. അവന്മാരെ അങ്ങനെ കൈ കിട്ടി കഴിഞ്ഞാൽ നല്ല വർത്താനം പറയുന്നൊക്കെ മറ്റേ വെറൈറ്റി മീഡിയയിലൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരി. അപ്പോൾ എന്തിനാണെങ്കിൽ ഇവന്മാരുടെ ആണെങ്കിൽ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് വെക്കാം. മുമ്പൊക്കെ ആദ്യമൊക്കെ ഇവന്മാരിട്ട ആ ഒരു വീഡിയോസൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇത് പോകെ ഇതിൻ്റെ ഒരു വൾഗാരിറ്റിയിലോട്ട് അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുക. നോർമലി പുള്ളിക്കാരിക്ക് വരുന്ന കുറച്ച് തെറിവിളി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനപ്പുറത്തേക്ക് ഇവന്മാരുടെ കാട്ടിക്കൂട്ടലുകൾ അതിനെയാണെങ്കിൽ ഒരു ഫ്യൂവൽ ചെയ്യുന്ന രീതിയിലേക്കാണ്, അതിലേക്ക് അല്ലെങ്കിൽ അതിനകത്തൊരു ഫ്യൂവൽ ഒഴിച്ച് കൊടുക്കുന്ന രീതിയിലാണ് ഇവന്മാർ ഈ കാണിച്ച് കൂട്ടുന്ന ഈ ഒരു എക്സാജുറേഷൻ. അതിൽ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. സൗണ്ട് ഒന്ന് മാറ്റിയാണ്, കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. ചേച്ചി നല്ല മണം ചെയ്യണം. ചേച്ചിക്ക് എത്ര വയസ്സായി? എനിക്ക് 32 വയസ്സായി. പട്ടി പട്ടി കൗണി വസ്തി പട്ടി പട്ടി చూస్తాను ఒక కాదు కౌను కాదు కట్టులోనే ఏముంది మీ కళ్ళల్లోనే అంతా ఉంది మరొకటి ఇంకొరు బుద్ధి. ఎങ്ങനെ కాస్ట్యూమ్ ఎങ്ങനെയുണ്ട്? ഒരു പാട്ട് കേട്ടോ. ഇത് കുറച്ച് ഓവറാണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? കാര്യം ഈ കാണിച്ച ഇത്രത്തോളം വൾഗാരിറ്റിയിൽ കാണിക്കാനും മാത്രമുള്ള രീതിയിൽ രേണുസുധി ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നിങ്ങളത് ആലോചിക്കുക. ഇവിടെമാരാണെങ്കിൽ കുറേ ഞെക്കുമ്പിടിയുടെ സാധനങ്ങളൊക്കെ കാണിക്കുന്നില്ലേ? അതൊഴികെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഓക്കെ ഇവന്മാർ ആ സർക്കാസ്റ്റിക്കായിട്ട് ഈ ഒരു ഊക്ക് അല്ലെങ്കിൽ റോസ്റ്റിങ് ആ സാധനങ്ങളൊക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കും. പക്ഷേ അതിനപ്പുറത്തോട്ട് കാണിക്കുന്ന ഈ ഒരു ഞെക്കുംപിടിയൊക്കെ അത്രത്തോളം കാര്യം എത്രത്തോളം റോങ് ആയിട്ടാണ് ഇവന്മാർ കാണിക്കുന്നത് നിങ്ങളത് ആലോചിക്കുക. ആൻഡ് ഇതിന് കൈയടിക്കുന്നുണ്ടല്ലോ. ഇപ്പം ഓൾറെഡി പുള്ളിക്കാരിക്ക് കുറേ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഫ്യൂവൽ ഒഴിച്ച് കൊടുക്കുന്ന രീതിയിലാണ് ഇവന്മാർ കാണിക്കുന്നത് ഈ ഒരു എക്സാജുറേഷൻ. ഇത് വെറും ഒരു എക്സാജുറേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, കാര്യം പച്ച അവരാതെന്നേ പറയാൻ പറ്റത്തില്ല. കാര്യം ഞെക്കും പിടിയിലുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കിന് അതിനും മാത്രമുള്ള തെറ്റ് രേണുസുധി എന്തായാലും ചെയ്തിട്ടില്ല. ഓക്കെ,
ഇനി കുറേ നാളുകൾക്ക് മുന്നേ ഈ പറഞ്ഞ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടുമായിട്ടാണെങ്കിൽ നടുറോടി എന്നൊരു റീൽസ് എടുത്ത് അത് കുറച്ച് കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരിക്കാണെങ്കിൽ ൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം. അത് സത്യം പറഞ്ഞാൽ ആ സീൻ വരെ ആ ആൽബത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു. വിപിൻ സാർ സംവിധാനം ചെയ്ത കുണുങ്ങി കുണുങ്ങി എന്ന ആൽബമായിരുന്നു. അപ്പോൾ അത് ആദ്യം ഞാനിങ്ങനെ എൻ്റെ ഒരു ക്യാരക്ടർ ദാസേട്ടൻ്റെ ക്യാരക്ടറിനെ ഇങ്ങനെ എതിർത്ത് നടക്കുന്നു. ഇഷ്ടമില്ല, പുറകെ നടക്കുമ്പോൾ ഇഷ്ടമില്ല. അതിന് ഇഷ്ടമായി കഴിഞ്ഞ് വയസ്സായിട്ട് നിന്ന് ഡാൻസ് കളിക്കുന്ന സീനായിരുന്നു. അപ്പം നമ്മുടെ ഡാൻസേഴ്സാണ് രണ്ടുപേര് വന്നിട്ട് അവരൊന്നും പറയില്ല, മാറി നിൽക്കണം. അപ്പം അവിടെ നിന്ന് ഡയറക്ടറാണ് വിളിച്ച് പറയണത് അവരെ മാസ്ക് ആകാതെ സൈഡിൽ കൂടെ പോകും, എന്നെ ദാസേട്ടനെ മാസ്ക് ആകാതെ ആ സൈഡിൽ കൂടെ പോകും. ഇതായിരുന്നു വിഷ്വൽസ് പുറത്തിറങ്ങിയത്. ഇത് അവര് നമ്മുടെ ആ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ അത് ഭയങ്കര രൂക്ഷമായിട്ടുള്ള വിവാദമായി. ഞങ്ങളെ പോലീസ് പിടിച്ചു, എന്റെ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു, റോഡ് സൈഡിൽ നിന്ന് ബ്ലോക്ക് ആക്കി. പക്ഷെ കറക്റ്റ് ആ സൈഡിലാണ് ഞങ്ങൾ നിൽക്കണമെന്നത് കണ്ടാൽ അറിയാം. സൈഡിൽ കൂടെ വണ്ടിയും പോകുന്നുണ്ട്, അതിനെ ബ്ലോക്കും ആക്കിയിട്ടില്ല, ഞങ്ങളവിടെ ആരും തടഞ്ഞു നിർത്തിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അത് ആ ഒരു സീനാണ്. ആ സീന് അതോടെ പിഴുതെടുത്ത് കളഞ്ഞിട്ടാണ് വേറെ സീൻ അത് ആക്കിയത്. ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പോലീസൊക്കെ പിടിച്ചെന്നുള്ള രീതിയിലൊക്കെ. ഇതൊക്കെ നമ്മളിപ്പം പുള്ളിക്കാരി ഇത് പറയുമ്പോഴാണ് അറിയുന്നത്. അപ്പം പോലീസ് പിടിക്കാനും മാത്രം അത്രയും രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അവിടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്കാരി കാണിച്ചു എന്നുള്ളതിനേക്കാട്ടിൽ നല്ലത് പുള്ളിക്കാരി കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നെന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതായത് ഒരു നടു റോഡിൽ ഇപ്പോൾ ആൽബത്തിൻ്റെ ഷൂട്ട് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ പെർമിഷൻ ഇല്ലാതെ എടുക്കുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും. ഓൾറെഡി ഇത് കോൺട്രവേഴ്സി ആക്കാൻ വേണ്ടിയിട്ടാണ് ആ റീലാണെങ്കിൽ അവർ 2-3 തവണയായിട്ട് എത്ര മില്യൺസ് ഓഫ് വ്യൂവർഷിപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പുറകെ പോലീസ് പിടിച്ച് അതിൻ്റെ കോൺസിക്വൻസസ് ഒക്കെ അനുഭവിക്കേണ്ടത് രേണുസുതി ആയിരുന്നു. ഓക്കെ, ഇനി ഏറ്റവും പുതിയതായിട്ട് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രജിത് കുമാറുമായിട്ടാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ കാണിച്ചിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്, അതുകൂടെ ഞാൻ അങ്ങോട്ട് വെക്കാം. നിയമം തെറ്റിക്കില്ല. ഇന്നലെ വരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയത്. രണ്ടുപേരെ ഫ്രണ്ട് വെക്കുന്ന ഈ ഒരു അവസ്ഥ രണ്ടുപേരെ ഫ്രണ്ട് ഇരിക്കുന്ന അവസ്ഥയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവം നമുക്ക് വാരി കോരി ഇതിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ടത്? അവൻ അറിഞ്ഞില്ലല്ലോ. സാർ ഇതിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ടത്? ഇതിനു വേണ്ടിയല്ല കഷ്ടപ്പെട്ടത്, ഞാൻ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സഹായങ്ങളാണ്. നമുക്ക് വണ്ടിയില്ലല്ലോ സാറിനെ കൊണ്ടുപോകും. അതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ദൈവികമായ ഒരു പ്രത്യേക സന്തോഷങ്ങളാണ്. അതാണ് ട്രെയിൻ സമയം എന്തായാലും പോയിട്ട് വരും. രേണു സൂക്ഷിച്ച ഗിയർ ഇടണം. അല്ലല്ല, അതൊക്കെ കുഴപ്പമില്ല. ഗിയറിൽ കയറി ഇരിക്കില്ല. ശരി, ഓക്കെടാ. ഈ ഗജ് ഓഫ് റോഡ് ഉടായിപ്പാണ് രജിത് കുമാർ. ഇയാൾ ഇവിടെ വന്ന് ഈ പറഞ്ഞ ഈ ഒരു ഡയലോഗിനൊക്കെ ആണെങ്കിൽ കമന്റ് ബോക്സ് ഏത് രീതിയിൽ മാറുന്നുള്ള നിങ്ങൾ തന്നെ ആലോചിക്കും. ഞാൻ ആ കമന്റ്സ് ഒന്നും ഇവിടെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നില്ല, അത്രത്തോളം വൾഗറായിട്ടുള്ള കുറേ കമന്റ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ഇപ്പം രണ്ടുപേരും ഇപ്പം മടി കയറി ഇപ്പോൾ രേണുസുതി ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് ഇനി എന്തായാലും MBD പെറ്റിയൊക്കെ വരാൻ പോകുന്നത് എന്തായാലും രജിത് കുമാറിൻ്റെ പേരിലൊക്കെ ആയിരിക്കും. പക്ഷേ പറയാൻ പറ്റില്ല, മറ്റേ റീൽസ് എടുക്കാൻ പോയതിൻ്റെ കൂട്ട് തന്നെ ആണെങ്കിൽ ഇപ്പോൾ പുള്ളിക്കാരനെ പിടിച്ച് പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോഴും ഇവിടെ നിന്നിട്ട് ഇയാളെ പോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അന്ന് ദാസേട്ടൻ കോഴിക്കോടിൻ്റെ അടുത്ത് എന്താണ് പറഞ്ഞത്? നീ ദാസേട്ടൻ അവൻ്റെ വഴിക്ക് പോകും, പക്ഷേ രേണുസുതി നിങ്ങൾ വേണം നിങ്ങളുടെ കാര്യം നോക്കിയെടുക്കാൻ, നിൻ്റെ ജീവിതം നിനക്ക് മാത്രമുള്ളതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വലിയ താളം അടിച്ചാണ്. അതായത് ഇവർക്ക് നെഗറ്റീവ് വരാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇപ്പം ഇയാൾ പറയുന്ന കാര്യത്തിലൊക്കെ ആ രീതിയിൽ വരൂലേടെ. അപ്പം ഇവരെ പോലുള്ള ആൾക്കാർ ഏത് രീതിയിലാണ് പെരുമാറേണ്ടത്? ഇപ്പം ആരതിപ്പൊടിയും ഡോക്ടർ റോബിനും ആണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളാണെങ്കിൽ മീഡിയാസിൻ്റെ മുന്നിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് രേണുസുതിനെ പറ്റിയിട്ട്. അത് നിങ്ങളൊന്ന് കേൾക്കുക. എങ്ങനെയാണ് മീഡിയാസിൻ്റെ മുന്നിൽ അപ്പം ഇങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ സംസാരിക്കേണ്ടത് എന്നുള്ള അവർ പറയുന്നുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ നിങ്ങൾ ആരും ഉപദ്രവിക്കാതെ പുള്ളിക്കാരി ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നു. അതിനെന്താ പ്രശ്നം? ഇത്രയും ബോഡി ഷേമിംഗ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, എനിക്കത് ഒരാളുടെ 90% കമന്റ് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് വരുന്നത്. അവർ എന്ത് ചെയ്താലും നെഗറ്റീവ് പറയാൻ ഒരു ആൾക്കാർ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്റെ അതല്ല എപ്പോൾ പറഞ്ഞു അത് കൂടിയാണ് കുറച്ചുകൂടെ പറയാനായിട്ട് അതിനെ പറ്റി. അല്ല, മീൻസ് ഞാൻ സംസാരിച്ചത് ആളൊരു മോഡലിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ടാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഇന്ന രീതിയിൽ ഡ്രസ് ചെയ്യണം. നമുക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് വേണ്ടത്. അവർക്ക് എന്തോ വേറെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, വേറെ കുറേ ജോബൊക്കെ വന്നതാണ്, അതിന് പോണില്ല. ഇത് ആൾക്ക് എന്താണ് ഇഷ്ടം അത് ആൾ തീരുമാനിച്ച് ചെയ്യണോണ്ട് കുറ്റുള്ള പോലെ തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് ഡ്രസ്സ് ഇട്ട് നല്ല രീതിയിൽ ഒരുങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ആയിരിക്കും അവർക്കും ആ ഒരു ഫീൽഡിലായിരിക്കും താല്പര്യം. അതുകൊണ്ടായിരിക്കും ആ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത്. നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ, അവർക്ക് താല്പര്യമില്ലാത്ത പ്രൊഫഷൻ തന്നെ ചൂസ് ചെയ്യണം കാര്യങ്ങളൊന്നും. പിന്നെ ഒരു കാര്യം, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കലാകാരന്റെ ഭാര്യ എന്ന് കരുതി
പുള്ളിക്കാരൻ മരിച്ചുപോയി എന്ന് കരുതി ജീവിതകാലം മുഴുവനും അതിനോർത്ത് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിക്കാർക്ക് ഒരു ലൈഫുണ്ട് അല്ലേ, വിഷമില്ലെന്ന് ആരും പറഞ്ഞു. പുള്ളിക്കാർക്ക് ഒബ്വിയസ്ലി വിഷമമുണ്ടാവും, അതിലിപ്പോൾ നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ, മനസ്സിലായില്ലേ? പുള്ളിക്കാരി ജീവിക്കട്ടെ, പുള്ളിക്കാരി പൊടി എന്തായാലും ഒരു കോസ്റ്റ്യൂം ചെയ്തിട്ട് പുള്ളിക്കാരെ ഫോട്ടോഷൂട്ട് ചെയ്യും. എങ്കിൽ അത്രയ്ക്കാണ് കാണിച്ചത്. എന്തായാലും രേണു പൊടിയെ ഒരു മെസ്സേജ് ചെയ്തോ, പൊടി ഒരു ഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും, ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നതായിരിക്കും, നോക്കട്ടെ എന്ത് സംഭവിക്കാം. ഈ സ്ഥാനത്താണ് രജിത് കുമാറിനെ പോലെ ആൾക്കാർ മറ്റേ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്താണെങ്കിൽ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. രേണുസുതി ഇപ്പം വരുന്ന ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ആ ഒരു ഏറ്റക്കുറച്ചിലൊക്കെ മനസ്സിലാക്കി തുടങ്ങി, അതിനൊക്കെ കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം പുള്ളിക്കാരുടെ ഏറ്റവും പുതിയ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് പുള്ളിക്കാരി നമ്മൾ മുമ്പ് പല വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മീഡിയയുടെ മുന്നിൽ നിൽക്കേണ്ടത്. ഇത്ര നെഗറ്റീവ് ഒക്കെ വരുമ്പോഴത്തേക്കിന് ഓക്കെ അതിന്റെ ചോദ്യത്തിന്റെ ആവശ്യം എന്താണ്, ഞാനിങ്ങനെ നിന്നു, അതിനിപ്പോൾ എന്താണ്? സി നമ്മൾ എന്താവണമെന്നാണോ എല്ലാവരും ഇങ്ങനെ വെമ്പൽ കൊണ്ടിരിക്കുന്നത്, ശരി നമ്മളതാണ് എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? ആ ഒരു മോഡ് ഓഫ് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി എടുത്തത് വളരെ ഒരു നല്ലൊരു തീരുമാനം തന്നെ. കാര്യം ഇപ്പോൾ കമന്റ് ബോക്സുകൾ നോക്കിയാൽ പോലും മുമ്പുണ്ടായിരുന്ന അത്രത്തോളം ഹേറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ചില വീഡിയോസിനകത്തൊക്കെ ആണെങ്കിൽ ഫുള്ള് പോസിറ്റീവ് കമന്റ്സ് ഉള്ള രീതിയിലൊക്കെ നമുക്ക് കുറേ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വളരെ നല്ലതാണ്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ ജീവിതത്തിൽ എന്നുള്ളത് മാത്രം പറയുന്നു. ഇതിനാണെങ്കിൽ ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.